ഹായ് ഫ്രണ്ട്സ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രേണുസുധീനെ പറ്റിയിട്ടാണ്. ആ കുട്ടി നമ്മളോടോ സമൂഹത്തോടോ എന്ത് തെറ്റാ ചെയ്തത്? അവൾ ഭർത്താവ് മരിച്ചിട്ട് ശരിയാണ്, അത് അധികമൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് അവൾ അകത്തിരിക്കാൻ പറയണമെന്ന് പറയുന്നത് അത് ശരിയല്ല. ആ കുട്ടിക്ക് ജീവിക്കാൻ ജീവിത മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ റീൽസൊക്കെ എടുത്ത് ജീവിക്കുന്നു. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഒരു നിലയിലും വളരാൻ പറ്റാത്തൊരു സ്ഥിതിയായി മാറുന്ന പോലെയുണ്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? ആ മൂത്ത കുട്ടീനെ ഓളെ സ്വന്തം കുട്ടീനെ പോലെ, ഓളെ ഇളയ മോനോളതാണ്, അതിനെപ്പോലെ നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. മോനെ കിച്ചൂട്ടാ എന്നൊക്കെ പറയുന്നത് ഓൾ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടീൻ്റെ അവകാശവും പറഞ്ഞ് ഇപ്പോൾ ഒരു അമ്മ വന്നിട്ട്, ആ ശ്രുതിയുള്ള കാലത്ത് ആ കുട്ടീൻ്റെ അമ്മ എന്തുകൊണ്ട് കുട്ടീനെ അവകാശപ്പെട്ടില്ല? ശ്രുതി മരിച്ച് ഇവളിപ്പോൾ ഒന്ന് വന്ന് വരുന്ന അത് കണ്ടപ്പോൾ എൻ്റെതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറേ പേര് ഇങ്ങനെ ഓരോരോ കുറ്റവും പറഞ്ഞ് ആ കുട്ടീനെ ഇടങ്ങാറാക്കുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴയ കാലത്ത്, നമ്മുടെ കാലത്ത് പണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീച്ചടി മരിക്കണം എന്നൊരു സതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നല്ല ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനേക്കാൾ വലിയ തെറ്റിലേക്കാണ് നമ്മളിപ്പോഴത്തെ ഒരു വിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവളെ ശരിക്കും പറയാൻ വെച്ചാൽ കുറ്റം പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഇതിനോട് സഹകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.